റോഡ് നവീകരണം ഒരു കുടുംബത്തിന് വിനയായി മാറുന്നതാണ് ഈ ഗൃഹനാഥന് പറയാനുള്ളത്. ഭഗവതിപുരം ഗാന്ധിജി നഗർ SS നിവാസിൽ ശിവകുമാറിനും കുടുംബത്തിനുമാണ് റോഡ് നവീകരണം ദുരവസ്ഥ സമ്മാനിച്ചത്. 6 കോടി രൂപ വിനിയോഗിച്ച് വെള്ളനാട് കണ്ണമ്പള്ളി മുളയറ റോഡ് നവീകരണം നടക്കുകയാണ്. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശം കരിങ്കല്ല് കെട്ടി ഉയർത്തിയതോടെ ശിവകുമാറും കുടുംബവും 15 മീറ്ററോളം താഴ്ചയിലായി. ഇതോടെ റോഡിൽ നിന്ന് വീട്ടിലിറങ്ങാനും പുറത്തു പോകാനും ഏണി കയറേണ്ട ദുരവസ്ഥയിലായി കുടുംബം. 1.5 മാസമായി വീട്ടിലേക്ക് ഏണിയിൽ കയറിയിറങ്ങുകയാണ്. നിരന്തരം ഏണിയിൽ കയറിയിറങ്ങാൻ സാധിക്കാത്തതിനാൽ റോഡിനോട് ചേർന്ന് വീടിൻ്റെ മുകൾ ഭാഗത്ത് ടാർപോളിൻ കെട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനുള്ളിൽ കഴിയുകയാണ് കുടുംബാംഗങ്ങളെന്ന് ശിവകുമാർ പറഞ്ഞു. ഇത്രയും ഗതികേടിൽ ഏറെ വിഷമത്തിലാണെന്നും ഇവർ പറയുന്നു. വീടിൻ്റെ മുകളിൽ തടികൾ അടുക്കിയാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്. കരിങ്കൽ കെട്ടിനോട് ചേർന്ന് റാമ്പ് നിർമ്മിച്ചാലേ ശിവകുമാറിനും കുടുംബത്തിനും ഇനി വീട്ടിലേക്ക് വഴിയൊരുക്കാൻ കഴിയൂ. അധികൃതരുടെ അനാസ്ഥയിൽ താനും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ബുദ്ധിമുട്ടുകയാണെന്നും വഴിയൊരുക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ശിവകുമാറും കുടുംബവും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശം കരിങ്കല്ല് കെട്ടി ഉയർത്തിയതോടെ ജീവിതം കുരുക്കിലായ ഒരു കുടുംബമാണിത്. സഞ്ചരിക്കുന്നത് ഏണിയിലൂടെ മാത്രം. വീടിന്റെ മുകൾ ഭാഗത്ത് റോഡിനോട് ചേർന്ന് ടാർപോളിൻ കെട്ടിയാണ് പാകം ചെയ്യുന്നതും. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും ഇവരുടെ കുരുക്ക് അഴിക്കാനായിട്ടില്ല. കളക്ടർ, പൊതുമരാമത്ത് അധികൃതർ എന്നിവർക്കും ശിവകുമാർ പരാതി നൽകിയിട്ടുണ്ട്. വീട് ഇരിക്കുന്നതിൽ പകുതിയോളം ഭാഗം റോഡ് പുറമ്പോക്കാണെന്നും വഴിക്കായി ഉടൻ മണ്ണിട്ട് നൽകണമെന്നും പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.